ഹായ് സ്റ്റുഡൻസ്, നമുക്കിന്ന് സെൽഫ് ഹെൽപ്പിന്റെ അവസാനത്തെ പാർട്ടായ സ്പീക്കിങ്ങിനെ കുറിച്ചിട്ട് നമുക്ക് ഒന്ന് നോക്കാം. സ്പീക്കിംഗ് എന്തൊക്കെയാണ്, സ്പീക്കിംഗിൽ എത്ര ടാസ്ക് ഒക്കെ ഉണ്ടെന്ന് നമുക്ക്. സ്പീക്കിംഗിൽ നമുക്ക് ടോട്ടൽ 8 ഡിഫറെന്റ് ടാസ്ക് ആണ് ഉള്ളത്. ആൻഡ് ഭയങ്കര എളുപ്പമാണ് സ്പീക്കിംഗ് ടാസ്ക് ചെയ്യാനായിട്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സെൽഫ് ഹെൽപ്പ് എക്സാം കാനഡയിലത്തേക്കും ഓസ്ട്രേലിയയിലത്തേക്കുമാണ് ഇത് അക്സെപ്റ്റഡ് ആയിട്ടുള്ളത്. നിലവിൽ ഇത് എഫ്ര രജിസ്ട്രേഷൻ, അതായത് നഴ്സസിന്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള നിലവിൽ അത് അക്സെപ്റ്റഡ് ആയിട്ടില്ല. ഇനി ഭാവിയിൽ അത് അക്സെപ്റ്റഡ് ആവും. ആൻഡ് ന്യൂസിലാൻഡിലത്തേക്കും അത് ഭാവിയിൽ അക്സെപ്റ്റഡ് ആകും. അപ്പൊ ഞാൻ മുമ്പേ കഴിഞ്ഞ വീഡിയോസിന്റെ അകത്തൊക്കെ പറഞ്ഞ സെൽഫ് എക്സാം എഴുതുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒരു ആവറേജ് സ്റ്റുഡന്റ് ഓർ എബോ ആവറേജ് സ്റ്റുഡന്റ്, ഒരു ഹൈ സ്കോർ നോക്കുന്ന ആളുകൾ സെൽഫ് ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഏറ്റവും ബെറ്റർ. ആൻഡ് സ്പീക്കിങ്ങിന്റെ അകത്ത് നമുക്ക് 8 ഡിഫറെന്റ് ടാസ്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഓരോ ടാസ്കിനും നമുക്ക് പ്രിപ്പറേഷൻ ടൈം ഉണ്ട്. മിനിമം 30 സെക്കൻഡ്സ് ആയിരിക്കും ആൻഡ് മാക്സിമം 60 സെക്കൻഡ് ആയിരിക്കും. അത് ഓരോ ടാസ്ക് വേരി ചെയ്യുന്നതനുസരിച്ച് ടൈമിന് വ്യത്യാസം ഉണ്ടാവും. ആൻഡ് റെക്കോർഡിംഗ് ടൈം ഉണ്ട്. അത് റെക്കോർഡ് ചെയ്യാൻ ചില ടാസ്കുകൾക്ക് 60 സെക്കൻഡ് ആയിരിക്കും, ചില ടാസ്കുകൾക്ക് 90 സെക്കൻഡ്സ് ആയിരിക്കും. ആകെ നമുക്ക് 8 ടാസ്ക് ആണുള്ളത്. അതായത് 8 ടാസ്കിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ആൻഡ് ടോട്ടൽ നമുക്ക് സ്പീക്കിങ്ങിന് ആകെ 15 മിനിറ്റ് മാത്രമാണ് സമയം ഉള്ളൂ. മനസ്സിലായി? ആകെ 15 മിനിറ്റിന്റെ ഒരു സെഷൻ ആണ്. ബാക്കിയെല്ലാം നമുക്കിപ്പോ റീഡിംഗ് ആണെങ്കിലും ലിസ്ണിംഗ് ആണെങ്കിലും ഒക്കെ ഓൾമോസ്റ്റ് 1 അവറോളം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ റൈറ്റിംഗ് ആണെങ്കിലും 1 അവർ ഉണ്ട്. സ്പീക്കിങ്ങിന് നമുക്ക് 15 മിനിറ്റേ ഉള്ളൂ. അതായത് 15 മിനിറ്റിനുള്ള ആകെ 8 ചെറിയ ടാസ്ക്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്കുകളാണ്. ആൻഡ് ഇതിന്റെ അത് 8 ടാസ്കില് 4 ടാസ്കിന് നമുക്ക് ഒരു ടെക്സ്റ്റ് ആയിരിക്കും തരുന്നത്. ഒരു ഇൻഫർമേഷൻ അവിടെ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സംസാരിക്കേണ്ടത്. വേറെ 4 ടാസ്കിന് ഒരു സ്ക്രീനിൽ ഒരു ഇൻഫർമേഷൻ എഴുതിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഒരു ഇമേജും തന്നിട്ടുണ്ടായിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. മനസ്സിലായോ? ആൻഡ് ഇതിന്റെ അകത്ത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഹ്യൂമൻ പ്ലസ് AI ഉണ്ട്. ഹ്യൂമനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും ആൻഡ് AI നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ആൻഡ് ഈ 8 ടാസ്കിന്റെ അത് നമ്മുടെ സ്പീക്കിങ്ങിന്റെ 8 ടാസ്ക് വരുമ്പോഴും ഒരേ ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾ തന്നെ ആയിരിക്കത്തില്ല, ഒരേ റേറ്റർ തന്നെ ആയിരിക്കത്തില്ല ഈ 8 ടാസ്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ ഒരു 3 ടാസ്ക് ഒരു റേറ്റർ അല്ലെങ്കിൽ ഒരു ടീച്ചർ ആയിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്. അടുത്ത 2 ടാസ്ക് വേറൊരു ടീച്ചർ ആയിരിക്കും. ആൻഡ് അടുത്ത 3 ടാസ്ക് വേറൊരു ടീച്ചർ ആയിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾക്ക് ഒരാൾ ഇപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കേട്ടോ, ഓക്കെ ഇവന് ഇത്രയും സ്കോർ കിട്ടത്തോളൂ എന്ന് അവര് മുൻവിധി ഒന്നും അവർ എഴുതില്ല. കാരണം 3 പേരും അല്ലെങ്കിൽ 3 ടീച്ചേഴ്സ് ആയിരിക്കും നമ്മുടെ ഈ 8 ടാസ്കുകളായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ അതൊരു നല്ലൊരു പോസിറ്റീവ് കാര്യമാണ്. മറ്റ് പൊതുവെ ഇപ്പൊ ഒരു ടീച്ചർ ഒരു പേപ്പർ കറക്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഓഡിയോ കേൾക്കുമ്പോഴോ അവർക്കൊരു മുൻവിധി ഉണ്ടാവും, ഓക്കെ ഇവന് ഇത്രയും സ്കോർ ഉണ്ടാകത്തോളം എന്നുള്ളത്. അപ്പൊ ഇത് അങ്ങനെയല്ല. നമുക്ക് പല പല ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പല ടാസ്കും എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത് അതനുസരിച്ചിട്ടുള്ള ഒരു ആക്യുറേറ്റ് സ്കോർ നമ്മൾക്ക് കിട്ടാം. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ റൈറ്റിംഗിൻ്റെ അകത്ത് നമ്മൾ കുറെ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് പറയണം. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് റൈറ്റിംഗിൻ്റെ അകത്ത് അവര് നോക്കുന്നതെന്ന്, മാർക്ക് ഇടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നതെന്നുള്ളത്. അതേപോലെ തന്നെ നമുക്ക് സ്പീക്കിങ്ങിൻ്റെ അകത്ത് 4 കാര്യങ്ങളാണുള്ളത് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. 1 കണ്ടന്റ് ആൻഡ് കൊഹിയറൻസ്, 2 വൊക്കാബുലറി, 3 ലിസണബിലിറ്റി ആൻഡ് 4 ടാസ്ക് ഫുൾഫിൽമെന്റ്. അപ്പൊ ആദ്യത്തെ കണ്ടന്റ് ആൻഡ് കൊഹിയറൻസ് നമ്മൾ റൈറ്റിംഗിന്റെ അത് സെയിം സാധനം പറയുന്നത്. കണ്ടന്റ് ആൻഡ് കൊഹിയറൻസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഐഡിയാസ്, നമ്മൾ എത്രത്തോളം ഐഡിയാസ് കൊണ്ടുവരുന്നു, ക്വാളിറ്റി ഓഫ് ഐഡിയാസ്, എക്സാമ്പിൾസ് ആൻഡ് സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ്, നമ്മൾ ഐഡിയാസ് എങ്ങനെ പ്രോപ്പർലി ഓർഗനൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. 2 വൊക്കാബുലറി വരുമ്പോഴത്തേനും വൊക്കാബുലറിക്കകത്ത് വരുന്നത് വേർഡ് ചോയ്സസ്, പിന്നെ പ്രിസിഷൻ ആൻഡ് ആക്യുറസി, പിന്നെ റേഞ്ച് ഓഫ് വേർഡ്സ് ആൻഡ് ഫ്രേസസ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. സ്യൂട്ടബിൾ യൂസ് ഓഫ് വേർഡ്സ് ആൻഡ് ഫ്രേസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എത്രത്തോളം എവറിഡേ ലൈഫിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്, എത്രത്തോളം നാച്ചുറൽ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അടുത്തത് മൂന്നാമത്തെന്ന് വെച്ചാൽ ലിസണബിലിറ്റി. ലിസണബിലിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്നതാണ് നമ്മൾ റിതം, പ്രൊനൗൺസിയേഷൻ ആൻഡ് ഇന്റോണേഷൻ. ഇന്റോണേഷൻ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ റൈസിങ് ആൻഡ് ഫോളിങ് ഓഫ് ദ വോയിസ്. പിന്നെ വരുന്നത് നമുക്ക് പോസ്, ഇന്റർജെക്ഷൻസ് ആൻഡ് സെൽഫ് കറക്ഷൻസ്, പിന്നെ ഗ്രാമർ ആൻഡ് സെന്റൻസ് സ്ട്രക്ചർ, പിന്നെ
വെറൈറ്റി ഓഫ് സെന്റൻസ് സ്ട്രക്ചർ. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ലിസണബിലിറ്റിയിൽ വരുന്നത്. ആൻഡ് ഏറ്റവും ലാസ്റ്റ് വരുന്നത് ടാസ്ക് ഫുൾഫിൽമെന്റ്. ഈ സെയിം സാധനം നമുക്ക് റൈറ്റിംഗിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് നോക്കുന്നത് റിലവൻസ്, ടോൺ, കംപ്ലീറ്റ്നെസ് ആൻഡ് ലെങ്ത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഇതിനെല്ലാം ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഒരെണ്ണം അല്ല ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമുക്ക് പി ടിക്കകത്ത് ചിലപ്പോൾ കണ്ടന്റിനായിരിക്കും മാർക്ക് കൂടുതൽ, ചിലപ്പോൾ ഫ്ലുവൻസിക്ക് ആയിരിക്കും മാർക്ക് കൂടുതൽ. ഇത് ഈ നാല് സ്റ്റാൻഡേർഡ്സും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിരിക്കും. ആൻഡ് നമുക്ക് ഫസ്റ്റ് വരുന്ന ടാസ്ക് എന്ന് പറയുന്നത്, സ്പീക്കിങ്ങിലെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഗിവിംഗ് അഡ്വൈസ് ആണ്. എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ, നമുക്കൊരു ടെക്സ്റ്റ് നമുക്ക് സ്ക്രീനിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് 30 സെക്കൻഡ്സ് സമയം ഉണ്ടായിരിക്കും. ആൻഡ് നമ്മൾക്ക് സംസാരിക്കേണ്ടത് 90 സെക്കൻഡ്സ് ആയിരിക്കണം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിവിടെ നിങ്ങളെ ചെയ്ത് കാണിക്കുന്നില്ല, ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ് ഈ ടാസ്കുകളൊക്കെ എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊന്ന് കാണിച്ചു തരാനായിട്ട്. അത്രയും സിമ്പിൾ ആണ്. സ്പീക്കിംഗ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആണ്. സ്പീക്കിങ്ങിലെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഗിവിംഗ് അഡ്വൈസ് എന്നുള്ളതാണ്. നിങ്ങളുടെ സ്ക്രീനിൽ കാണാമായിരിക്കും. Your friend's son is demanding an expensive car on his birthday and give an advice to handle the situation. അപ്പൊ നമുക്ക് ഇവിടെ പ്രിപ്പറേഷൻ ടൈം ഉണ്ട്. ഈ പ്രിപ്പറേഷൻ ടൈം നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഈ സമയത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാം, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയണം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യണം. അപ്പൊ പ്രിപ്പറേഷൻ ടൈമിൽ ഒന്നുകിൽ നിങ്ങൾക്ക് മനസ്സിൽ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് ജസ്റ്റ് നോട്ടായിട്ട് എഴുതി വെക്കാം എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ പറയണം എന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ പറയുന്നത്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിന്റെ അടുത്ത് പറയാം, ഓക്കെ, ഞാനാണെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള അഡ്വൈസുകളായിരിക്കും കുട്ടിക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവന് ഇങ്ങനെയായിരിക്കും പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണോ നമ്മുടെ ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട ആ കാര്യങ്ങൾ നമുക്ക് പറയാം. 90 സെക്കൻഡ്സ് ആയിരിക്കും നമുക്ക് പ്രിപ്പറേഷൻ ടൈം ആയിട്ട്, അല്ലെങ്കിൽ റെക്കോർഡിംഗ് ടൈം ആയിട്ട് നമ്മൾ സംസാരിക്കേണ്ടത് 90 സെക്കൻഡ്സ് ആയിരിക്കും. ആൻഡ് നമ്മൾക്ക് പ്രിപ്പയർ ചെയ്യാൻ കിട്ടുന്നത് 30 സെക്കൻഡ്സ് ആണ്. ഭയങ്കര സിമ്പിൾ ആണ്, വലിയ ടാസ്ക് ഒന്നുമില്ല. പിന്നെ ഒരുപാട് ലാഗ് വരരുത്. നമുക്ക് എന്നൊക്കെ ഉള്ളത് നാച്ചുറൽ ആയിട്ട് വരുന്ന പോസുകളാണ്, പക്ഷെ അത് ഒരുപാട് വരരുത്. മനസ്സിലായില്ലേ? അതൊക്കെ നാച്ചുറൽ പോസ് ആയതുകൊണ്ട് തന്നെ അമ്മ ഒക്കെ വരുന്നതുകൊണ്ട് അതിന് മാർക്ക് ഡിഡക്ഷൻ ഒന്നുമില്ല, പക്ഷെ ഒരുപാട് വരരുത്. രണ്ടാമത്തെന്ന് വെച്ചാൽ ടോക്കിംഗ് അബൌട്ട് പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നുള്ളതാണ് രണ്ടാമത്തെ സ്പീക്കിംഗിലെ ടാസ്ക്. അതിന് പ്രിപ്പറേഷൻ ടൈം നമുക്ക് 30 സെക്കൻഡ്സ് ആണ്. ആൻഡ് സംസാരിക്കേണ്ടത് നമുക്ക് 60 സെക്കൻഡ്സ് ആണ് നമ്മൾ സംസാരിക്കാനുള്ള സമയം. ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. Just a task, talking about a personal experience. Talk about a time when you had an argument with a friend. Just a second. Okay. Talk about a time when you had an argument with a friend. What was it about? How did you make up with him or her afterwards? അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടുമായിട്ട് ഉണ്ടായിരുന്ന ഒരു ആർഗ്യുമെന്റ്, അത് നമ്മുടെ ഒരു പേഴ്സണൽ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ആൻഡ് എന്തിനായിരുന്നു നമ്മൾ ആ ഒരു ആർഗ്യുമെന്റ് ഉണ്ടായിരുന്നത്, ആൻഡ് അതെങ്ങനെ നമ്മളെ എഫക്ട് ചെയ്തു, ആൻഡ് എങ്ങനെ നമ്മൾ അത് സോൾവ് ചെയ്തു എന്നുള്ളൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം അതും ഇതേപോലെ പറഞ്ഞതുപോലെ 30 സെക്കൻഡ്സ് നമുക്ക് പ്രിപ്പറേഷൻ ടൈം ഉണ്ടാകും. ആൻഡ് സംസാരിക്കാൻ നമ്മൾക്ക് 60 സെക്കൻഡ് ആണ്. അതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളെ വരത്തുള്ളൂ. അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളോ ഒന്നുമല്ല. ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ ഈ സെൽഫ് എക്സാമിന്റെ അത് ചോദിക്കത്തുള്ളൂ. ആൻഡ് സ്പീക്കിങ്ങിലെ മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് എ സീൻ. അതായത് നമ്മൾ പി ടിക്കകത്തൊക്കെ ഉള്ള സെയിം സാധനമാണ് ഡിസ്ക്രൈബ് ആൻ ഇമേജ് എന്ന് പറയത്തില്ല, ആ സെയിം സാധനമാണ്. ഇവിടെ ഒരു ഇമേജ് തന്നിട്ടുണ്ടായിരിക്കും ആൻഡ് നമ്മൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാം. ഇപ്പൊ പി ടി ചെയ്തിട്ടുള്ള ആളുകൾക്കറിയാം ഇതൊരു സെയിം സാധനമാണ്, വലിയ ടാസ്ക് ഒന്നുമല്ല. ഒരു ഇമേജ് തന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു ഇമേജിനെ കുറിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ നമുക്കൊരു 30 സെക്കൻഡ്സ് സമയം ഉണ്ടായിരിക്കും. ആൻഡ് നമ്മൾ സംസാരിക്കേണ്ടത് 60 സെക്കൻഡ് ആണ്. അപ്പൊ ഒരു ഇമേജിൽ നമുക്ക് കാണാൻ പറ്റുന്നതെല്ലാം നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഒരു 60 സെക്കൻഡ്സിൽ നമുക്ക് എന്തെല്ലാം ഈ ഒരു ഇമേജിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കവർ ചെയ്യാമോ അതെല്ലാം കവർ ചെയ്യാം. കാണാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ കവർ ചെയ്യാം. അടുത്തത് ടാസ്ക് 4, നാലാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് മേക്കിംഗ് പ്രഡിക്ഷൻസ്. മേക്കിംഗ് പ്രഡിക്ഷൻസ് ഈ സെയിം സാധനം തന്നെയാണ്. അതായത് ഒരു ഇമേജ് തന്നിട്ടുണ്ടായിരിക്കും,
ആ ഒരു ഇമേജ് തന്നിട്ടുണ്ടായിരിക്കും ആൻഡ് ആ ഒരു ഇമേജിനെ കുറിച്ചിട്ട് ഒരു പ്രഡിക്ഷൻ ചെയ്യുക, അതായത് ഇനി എന്തായിരിക്കും ഈ ഒരു ഇമേജിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഞാൻ ഒന്നുകൂടെ പറയാം. ഡിസ്ക്രൈബ് ആൻ ഇമേജ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇമേജ് കാണിക്കും ആൻഡ് ആ ഒരു ഇമേജിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാം. നാലാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ മേക്കിംഗ് പ്രഡിക്ഷൻസ്. ഇതേപോലെ തന്നെ ഒരു ഇമേജ് കാണിക്കും ആൻഡ് ഇമേജിൽ ഇനി എന്ത് സംഭവിക്കാം, ഇപ്പോൾ ഉള്ള ഇമേജ് ഡിസ്ക്രൈബ് ചെയ്യാനല്ല, ഇമേജിൽ ഇനി അവിടെ എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഒരു ഇമേജിന്റെ അകത്ത് എന്താ, ഒരു കുറെ കുട്ടികൾ ഇരുന്ന് കളിക്കുന്ന അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിന്റെ അകത്ത് ഇവിടെ കാണും, വഴക്കുണ്ടാക്കുന്ന എല്ലാം ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു ഇമേജ് ഡിസ്ക്രൈബ് ചെയ്യല്ല, എന്തൊക്കെ ഇനി സംഭവിക്കാം എന്നുള്ള എല്ലാ പോസിബിലിറ്റീസും നമുക്ക് പറയാം. വേണമെങ്കിൽ നമുക്ക് പറയാം ഈ കുഞ്ഞു വേണേ താഴോട്ട് വീഴാം, ഈ കുഞ്ഞു വേണേ താഴോട്ട് വീഴാം, അല്ലെങ്കിൽ അവർ തമ്മിൽ വഴക്കുണ്ടാക്കാം, ഈ ബുക്ക് വെച്ചിട്ട് അടിക്കുമ്പോൾ വേണമെങ്കിൽ ഈ എലി മരിച്ചു പോകാം. അങ്ങനെ പല പല എന്തെല്ലാം പോസിബിലിറ്റീസ് ഉണ്ടോ എല്ലാ പോസിബിലിറ്റീസും നമുക്ക് പറയാം. അപ്പം ഈ തേർഡ് ടാസ്കും ഫോർത്ത് ടാസ്കും തമ്മിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. തേർഡ് ടാസ്ക് എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു ഇമേജിനെ മാത്രം ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടാണ്. ഫോർത്ത് ടാസ്ക് എന്ന് പറയുന്നത് ഒരു പ്രഡിക്ഷൻസ്, എന്തെല്ലാം പോസിബിലിറ്റീസ് ഇനി ഉണ്ടാകും എന്നുള്ള പ്രഡിക്ഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് കമ്പയറിംഗ് ആൻഡ് പെർസ്വേഡിങ്. അതിന് നമ്മൾക്ക് കമ്പയറിംഗ് ആൻഡ് പെർസ്വേഡിങ് നമുക്ക് പ്രിപ്പറേഷൻ ടൈം നമുക്ക് 60 സെക്കൻഡ്സ് ആയിരിക്കും ഉണ്ടാകുക ആൻഡ് സംസാരിക്കേണ്ടത് നമ്മൾ 60 സെക്കൻഡ്സ് ആയിരിക്കും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. കമ്പയറിംഗ് ആൻഡ് പെർസ്വേഡിങ്. പിന്നെ അത് കമ്പയറിംഗ് ആൻഡ് പെർസ്വേഡിങ് എന്ന് പറഞ്ഞാൽ ആദ്യം 2 ഇമേജ് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ ഒരു ഇമേജ് നമുക്ക് ചൂസ് ചെയ്യാം, ഏതാണോ നമുക്ക് ചൂസ് ചെയ്യേണ്ട ആ ഒരു ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ നമുക്കൊരു പ്രിപ്പറേഷൻ ടൈം ഉണ്ടായിരിക്കും, അതിനുശേഷം നമ്മൾ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, അപ്പൊ കുറച്ചൊരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. ഇതിന്റെ അകത്ത് യുവർ ഫാദർ ഈസ് ബൈയിങ് യു a car and you have come up with 2 possible options based on the image and information given below. Choose one options. In the next part, you will have to convince a family member that your choice is the best. You do not need to speak for this part. ഈ പാർട്ടിന്റെ അകത്ത് നമുക്കൊരു കാർ നമുക്ക് ഫാദർ മേടിച്ചു തരാനായിട്ട് പോവാണ്. അപ്പൊ ഇതിനകത്ത് 2 എണ്ണം ഉണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഇപ്പൊ ചൂസ് ചെയ്യുന്നു എന്ന് വിചാരിച്ചു. അപ്പൊ 2 കാറിന്റെ അകത്ത് ഈ കാറും ഉണ്ട് ഈ കാറും ഉണ്ട്. അപ്പൊ ഒരു കാറിന് $50,000, മറ്റേതിന് $45,000. ഇതിന് 750 മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആണ്, ഇതിന് 650 ആണ്. പിന്നെ മൈലേജ് ഒരെണ്ണം 25 ആണ്, ഒരെണ്ണം 20 ആണ്, രണ്ടും 5 സീറ്റർ ആണ്. അപ്പൊ ഇതിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം ക്ലിക്ക് ചെയ്യണം. ആൻഡ് ഈ സെയിം സാധനം നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പറിനെ നമ്മൾ കൺവിൻസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ അപ്പൊ ഞാൻ ഇത് ചൂസ് ചെയ്തു എന്ന് വെച്ചാൽ ഇതായിരുന്നു ഞാൻ ചൂസ് ചെയ്തത്, അവിടെ ആയിരുന്നു എന്റെ ആരോ ഇരുന്നതുകൊണ്ടാണ് അത് ചൂസ് ആയത്. ഓക്കെ, അതിന്റെ ഇപ്പൊ ഇതിന്റെ അത് ഓക്കെ ക്വസ്റ്റ്യന്റെ മുകളിൽ കാണും യുവർ ഫാദർ ഇസ് സജസ്റ്റിംഗ് അനദർ ഒപ്പീനിയൻ, പെർസ്വേഡ് ഹിം ദാറ്റ് യുവർ ചോയ്സ് ഇസ് ബെറ്റർ. അപ്പം നമ്മൾ മറ്റേത് 2 എണ്ണത്തിൽ നമ്മൾ പെട്ടെന്ന് ഈ ഒരു റെഡ് കാർ ആയിരുന്നു ചൂസ് ചെയ്തത്. അപ്പൊ ഫാദർ വേറൊരു കാർ കൊണ്ടുവന്നു, ഒരു SUV കാറായിട്ട് വന്നു. അതിന്റെ പ്രൈസ് ഇത്രയുമാണ്, മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ഇത്രയുമാണ്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ ഫാദറിനെ കൺവിൻസ് ചെയ്യും, ഇത് പറഞ്ഞിട്ട് ഈ കാർ വേണം എന്ന് പറഞ്ഞ് നമ്മൾ എങ്ങനെ കൺവിൻസ് ചെയ്യും എന്നുള്ളത്. അതിന്റെ കാരണം അതിനകത്ത് മൈലേജ് 35 ഉണ്ട്, ഇവിടെ 20 ഉള്ളു, പക്ഷെ 7 സീറ്റർ ആണ്, പ്രൈസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ഫാദറിനെ എങ്ങനെ കൺവിൻസ് ചെയ്യും? അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തുള്ള ഈ ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമുക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാം ഇതിന്റെ അകത്ത് ഇത്രയും പ്രൈസേ ഉള്ളൂ, ഇത്രയും ഇൻസ്റ്റാൾമെന്റ് ഞാൻ പേ ചെയ്താൽ മതി, പിന്നെ മൈലേജ് ഇച്ചിരി കുറവാണെങ്കിലും നമുക്ക് ഒരു സിറ്റി യൂസിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് മതി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എങ്ങനെയാണോ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ നമ്മൾ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു 60 സെക്കൻഡ്സ് ആയിരിക്കും നമുക്ക് സമയം ഉണ്ടായിരിക്കാം. കമ്പയറിംഗ് ആൻഡ് പെർസ്വേഡിങ്ങും വലിയ ടാസ്ക് ഒന്നും അല്ല. അതിൻ്റെ അകത്ത് തന്നെ ഒരു ഇമേജ് തന്നാൽ അതിൻ്റെ അകത്ത് തന്നെ ഇൻഫർമേഷൻസ് ഉണ്ടാവും. ഇനി വരുന്നത് 6th ടാസ്ക് എന്ന് പറഞ്ഞാൽ ഡീലിംഗ് വിത്ത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. നമുക്കൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുന്നു, അതിൻ്റെ അകത്ത് 2 ചോയ്സ് ഉണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലും ഒരു ചോയ്സ് നമ്മൾ ചൂസ് ചെയ്യണം. ആൻഡ് ആ ഒരു ചോയ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. യു ലിവ് ഇൻ കാനഡ ഇൻ എ റെന്റഡ് അപ്പാർട്ട്മെന്റ് വിത്ത് യുവർ റൂംമേറ്റ്. യുവർ കസിൻ who lives in a foreign country has decided to study in Canada and want to stay with you for a whole year. Your roommate does not want your cousin to stay here. But 2 options are now. Talk to your cousin, tell him or her why he or she can't stay with you, or talk to your roommate, tell him
or her why he should allow your cousin to stay. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻസ് ആണ്, ഈ ഒരു സിറ്റുവേഷൻ്റെ അകത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ കൺവിൻസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഫസ്റ്റ് ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇൻ ദിസ് കേസ് ഐ വിൽ ബി ചൂസിങ് ഓപ്ഷൻ 1 which is I will be talking to my cousin and I will be convincing her എന്ന് പറഞ്ഞിട്ട് എങ്ങനെ നമുക്ക് കൺവിൻസ് ചെയ്യാം, എങ്ങനെ എന്തൊക്കെ പറയാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പറയാം. അപ്പൊ ഇവിടെ നമുക്ക് 60 സെക്കൻഡ്സ് ആണ് സംസാരിക്കാനായിട്ടുള്ള സമയം. അപ്പൊ നമ്മൾ ആ 60 സെക്കൻഡ്സ് യൂസ് ചെയ്യാം. ആൻഡ് പ്രിപ്പറേഷൻ ടൈമും ഇവിടെ 60 സെക്കൻഡ്. അപ്പൊ നമ്മൾ മുമ്പേ ചെയ്ത ടാസ്കിനും ഈ ടാസ്കിനും മാത്രമാണ് നമുക്ക് പ്രിപ്പറേഷൻ ടൈം 60 സെക്കൻഡ്സ് കിട്ടുന്നത്. ബാക്കി എല്ലാത്തിനും നമുക്ക് പ്രിപ്പറേഷൻ ടൈം 30 സെക്കൻഡ്സ് ആണ്. ഇവിടെ ഈ രണ്ട് ടാസ്കിനും നമുക്ക് പ്രിപ്പറേഷൻ ടൈമും 60 സെക്കൻഡ്സ് കിട്ടും ആൻഡ് സംസാരിക്കാനും നമുക്ക് 60 സെക്കൻഡ് ആണ്. അപ്പൊ ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്യുക ആൻഡ് നമ്മൾ അത് എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കൺവിൻസ് ചെയ്യാന്നുള്ളത് നമ്മൾ കൺവിൻസ് ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ ലാഗുകൾ വരാം, പക്ഷെ ഒരുപാട് ലാഗ് ആകരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആൻഡ് സ്പീക്കിങ്ങിലെ 7ാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസിംഗ് ഒപ്പീനിയൻ ആണ്. ജസ്റ്റ് എക്സ്പ്രസിംഗ് ഒപ്പീനിയൻ എന്താണെന്ന് കൂടെ കാണിച്ചു തരാം. Do you think it is better to learn something in a group rather than alone? Explain your reason. For example, ഇപ്പം ഒരു നമ്മളൊക്കെ എസ് ഒക്കെ എഴുതുമ്പോൾ നമുക്ക് ഒരു ടോപ്പിക് തരില്ല, നമ്മുടെ ഒപ്പീനിയൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു 30 സെക്കൻഡ്സ് ഉള്ള 30 സെക്കൻഡ്സ് നമുക്കൊരു പ്രിപ്പറേഷൻ ടൈം തരും. അപ്പൊ നമ്മൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പഠിക്കുന്നതാണോ അതോ ഒറ്റയ്ക്ക് പഠിക്കുന്നതാണോ ഇത് നമുക്ക് ഇഷ്ടം, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഒപ്പീനിയൻ നമ്മൾ പറയാം. സിമ്പിൾ ആണ്, വലിയ ടാസ്ക് ഒന്നുമില്ല. ആൻഡ് ലാസ്റ്റ് ടാസ്ക് കൂടെ പറയാം. ലാസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബിങ് ആൻ അൺയൂഷ്വൽ സിറ്റുവേഷൻ. ഇവിടെ പ്രിപ്പറേഷൻ ടൈം 30 സെക്കൻഡ്സ് ആണ് ആൻഡ് സംസാരിക്കേണ്ടത് 60 സെക്കൻഡ് ആണ്. ഒരു അൺയൂഷ്വൽ സിറ്റുവേഷൻ നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, യു ഫൗണ്ട് ആൻ ഇൻട്രസ്റ്റിംഗ് റെസ്റ്റോറന്റ് വൈൽ ട്രെക്കിംഗ്, കോൾ യുവർ ഫ്രണ്ട് dot and describe in detail about the restaurant and ask if he will be interested in trying it out. അപ്പൊ നമ്മളൊരു ട്രക്കിങ്ങിന് പോയപ്പോഴത്തേക്കും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് റെസ്റ്റോറന്റ് നമ്മൾ കണ്ടു ആൻഡ് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തു. സോ അതിനെക്കുറിച്ച് നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് നമ്മൾ പറയാണ്. അപ്പൊ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം, നമുക്ക് എങ്ങനെയൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു, അത് എത്രത്തോളം നല്ലതായിരുന്നു ആൻഡ് നമുക്കത് ട്രൈ ചെയ്താലോ എന്നുള്ളത്. ആൻഡ് അതും വലിയ കാര്യമൊന്നുമില്ല. അപ്പം സ്പീക്കിംഗ് മൊത്തത്തിൽ ഇത്രയും ടാസ്ക്, ആകെ 8 ടാസ്കുകളേ ഉള്ളൂ. ആൻഡ് ഓരോ ടാസ്കും 60 സെക്കൻഡ്സ് അല്ലെങ്കിൽ 90 സെക്കൻഡ്സ് ഉള്ളൂ. ആൻഡ് ടോട്ടൽ നമുക്കൊരു 15 മിനിറ്റ്സ് മാത്രമാണ് വരുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ സ്പീക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ എല്ലാ പാർട്ടും ലിസ്ണിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് ഞാൻ ഓരോ വീഡിയോയിലായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സെൽഫ് കോച്ചിങ് താല്പര്യമുണ്ടെങ്കിൽ, ഓൺലൈൻ ഓർ ഓഫ്ലൈൻ കോച്ചിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ, യു കൻ കോൺടാക്ട് മീ ഇൻ മൈ കോൺടാക്ട് നമ്പർ. ആൻഡ് ഏതെങ്കിലും ടാസ്കുകളെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.